IPLന്റെ 18ാം സീസണിലെ പോരാട്ടങ്ങൾ പ്ലേ ഓഫിലേക്ക് കടക്കുകയാണ്. ലീഗ് ഘട്ടത്തിൽ ഇനി ശേഷിക്കുന്നത് ഒരേയൊരു മത്സരം മാത്രമാണ്. 10 ദിവസത്തോളം നിർത്തിവെച്ച ശേഷമാണ് ടൂർണമെന്റ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ IPL ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടൂർണമെന്റായും ഈ സീസൺ മാറിയിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ പല ഘട്ടങ്ങളിലായി വിവിധ ടീമുകളിലെ ചില താരങ്ങൾക്ക് പരിക്കേൽക്കുകയും അവർ പകരക്കാരെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പകരക്കാരായി ടീമിലേക്ക് വന്ന ചില കളിക്കാർ ബാറ്റിംഗിലുമെല്ലാം വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുകയും ചെയ്തു. വെറും അതിഥിയായി വന്നാണ് ചിലർ ഹീറോസായി മടങ്ങിയത്. ഇത്തരത്തിൽ പകരക്കാരായി എത്തി ടീമിന്റെ തുറുപ്പുചീട്ടായി മടങ്ങിയ കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആയുഷ് മാത്രയാണ് ഒന്നാമത്തെ ആൾ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിലെ കണ്ടെത്തലുകളിൽ ഒരാളാണ് പകരക്കാരനായി എത്തിയ 17-കാരനായ ബാറ്റർ ആയുഷ് മാത്രേ. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് പുറത്തായതോടെയാണ് മുംബൈയിൽ നിന്നുള്ള ഈ കൗമാര ബാറ്റിംഗ് സെൻസേഷനെ CSK റാഞ്ചിയത്. ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറുകയും ചെയ്തിരുന്നു. ആദ്യ 2 മത്സരങ്ങളിൽ 30, 32 എന്നിങ്ങനെ സ്കോറുകൾ നേടിയ മാത്രേ RCBക്കെതിരെയാണ് കരിയർ ബെസ്റ്റ് പ്രകടനം കാഴ്ചവെച്ചത്. 34 റൺസ് എടുത്ത താരത്തിന് നേരിയ വ്യത്യാസത്തിൽ സെഞ്ചുറി നഷ്ടമായി. ആദ്യ 2 മത്സരങ്ങളിൽ 30, 32 എന്നിങ്ങനെ സ്കോറുകൾ നേടിയ മാത്രേ RCBക്കെതിരെയാണ് കരിയർ ബെസ്റ്റ് പ്രകടനം കാഴ്ചവെച്ചത്. 94 റൺസ് എടുത്ത താരത്തിന് നേരിയ വ്യത്യാസത്തിൽ സെഞ്ചുറി നഷ്ടമാവുകയായിരുന്നു. KKRനെതിരെ ഡക്കായെങ്കിലും GTക്കെതിരെ 34 ബോളിൽ 43 റൺസുമായി മാത്രമേ വീണ്ടും മിന്നിച്ചു. അടുത്ത വ്യക്തി ഷർദുൽ ഠാക്കൂർ ആണ്. ഇന്ത്യൻ സീം ബൗളിംഗ് ഓൾറൗണ്ടർ ഷർദുൽ ഠാക്കൂറിനെ ലക്നൗ സൂപ്പർ കിങ്സ് ആണ് പകരക്കാരനായി ടീമിലേക്ക് വിളിച്ചത്. ഡൽഹി ക്യാപിറ്റൽസുമായുള്ള സീസണിലെ ആദ്യ മത്സരത്തിൽ 2 വിക്കറ്റുകളുമായി അദ്ദേഹം LCGയുടെ തീരുമാനം ശരിവെക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ 34 റൺസിന് 4 വിക്കറ്റുകളും ഷർദുൽ സ്വന്തമാക്കി. എന്നാൽ തുടക്കത്തിൽ ന്യൂ ബോൾ കൈകാര്യം ചെയ്ത അദ്ദേഹത്തെ പിന്നീട് മധ്യ ഓവറുകളിലേക്കും ഡെത്ത് ഓവറുകളിലേക്കും മാറ്റിയതോടെ റൺസും വാരിക്കൂട്ടി. എങ്കിലും അവസരം ലഭിച്ചപ്പോഴെല്ലാം ചില നിർണായക വിക്കറ്റുകൾ നേടാൻ ഷർദുലിന് കഴിഞ്ഞു. 10 മത്സരങ്ങളിൽ നിന്നും 13 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഉർവിൽ പട്ടേലാണ് അടുത്ത താരം. കഴിഞ്ഞ മെഗാലേലത്തിൽ അൺസോൾഡായി മാറിയ ഇന്ത്യൻ യുവതാരം ഉർവിൽ പട്ടേലിനെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് പകരക്കാരനായി ടീമിലെത്തിച്ചത്. വൻഷ് ബേദിക്ക് പരിക്കേറ്റ് പിന്മാറേണ്ടി വന്നതോടെയാണ് CSK ഉർവിലിനെ ടീമിലേക്ക് ക്ഷണിച്ചത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വെടിക്കെട്ട് ഇന്നിംഗ്സുമായി താരം കസറുകയും ചെയ്തു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് 11 ബോളിൽ 31 റൺസുമായി ഉർവിൽ മിന്നിച്ചത്. രാജസ്ഥാൻ റോയൽസിനെതിരെ നിരാശപ്പെടുത്തിയെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ താരം വീണ്ടും തിളങ്ങി. 19 ബോളിൽ 37 റൺസാണ് ഉർവിൽ അടിച്ചെടുത്തത്. ഡെവാൾഡ് ബ്രെവിസ് ആണ് അടുത്ത താരം. ബേബി എബി എന്ന് വിളിക്കപ്പെടുന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് സെൻസേഷൻ ഡെവാൾഡ് ബ്രെവിസ് പകരക്കാരനായാണ് CSKയിലെത്തിയത്. വളരെ പെട്ടെന്ന് ടീമിലെ നിർണായക താരമായി അദ്ദേഹം മാറുകയും ചെയ്തു. പരിക്കേറ്റ പേസർ ഗുർജപ്നീത് സിംഗിന് പകരമാണ് ബ്രെവിസ് CSKയിലെത്തിയത്. ആദ്യ 2 കളിയിൽ 42, 32 എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്കോറുകൾ. KKRനെതിരെ ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സും താരം കളിച്ചു. RCBക്കെതിരെ ഡക്കായെങ്കിലും GTക്കെതിരെ 42 ബോളിൽ 57 റൺസുമായി ജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹർഷ് ദുബെയാണ് അടുത്ത താരം. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ വിദർഭയുടെ ഹീറോയായിരുന്ന സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ഹർഷ് ദുബെ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ടീമിലേക്ക് കൊണ്ടുവന്നത്. സ്മരൺ രവിചന്ദ്രന് പകരമായിരുന്നു ഇത്. മികച്ച പ്രകടനവുമായി 22-കാരനായ ഹർഷ് കന്നി IPLൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. LSGക്കെതിരെ 44 റൺസ് വഴങ്ങിയെങ്കിലും 1 വിക്കറ്റ് ഹർഷ് നേടി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ വിരാട് കോഹ്ലിയെയും അദ്ദേഹം പുറത്താക്കി. KKRുമായുള്ള സീസണിലെ അവസാന കളിയിൽ 3 വിക്കറ്റുകളാണ് ഹർഷ് പോക്കറ്റിലാക്കിയത്. ഇവരൊക്കെയാണ് പകരക്കാരായി വന്ന ഹീറോകൾ.